ഇന്ന് രാവിലെ ചായ കുടിച്ചോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ചായ കുടിച്ചോ ഇല്ല എന്നുള്ളതല്ല, നമ്മുടെ ചായ കുടി ശീലം നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണോ എന്നുള്ളതാണ്. ഒരുപക്ഷെ അച്ഛൻ്റെയോ അമ്മയുടെയോ മടിയിൽ ഇരുത്തി അവർ തന്നൊരു സിപ്പായിരിക്കും അത് തുടങ്ങാൻ നമുക്ക് കാരണമായത്. നമ്മുടെ പല ശീലങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ ഈ ശീലങ്ങളെയും ഇഷ്ടങ്ങളെയും രണ്ടായിട്ട് തന്നെ കാണണം. ചിലർ ചിത്രരചന നടത്തുന്നു, ചിലർ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നു, ചിലർ സംഗീതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ എത്ര ഇഷ്ടങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ ശീലങ്ങളൊന്ന് അപഗ്രഥിക്കുകയാണെങ്കിൽ പല ശീലങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് തുടങ്ങിയതല്ല, ഏതോ ചില സ്വാധീനങ്ങളാണ്. പലതും നമ്മുടെ ഇഷ്ടമല്ലതാണ്, പക്ഷെ ശീലം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല ശീലങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ശീലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബാഡ് ഹാബിറ്റ്സും ഗുഡ് ഹാബിറ്റ്സും ന്യൂട്രൽ ഹാബിറ്റ്സും ഉണ്ട്. ഇതിൽ ബാഡ് ഹാബിറ്റ്സ് തീർത്ത് നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. ഗുഡ് ഹാബിറ്റ്സ് തീർച്ചയായിട്ടും നമ്മൾ ഏറെ പണിപ്പെട്ടും അധ്വാനിച്ചും ഒരു ഡിസിപ്ലിൻഡായിട്ട് ജീവിച്ചുമാണ് പലതും കൊണ്ടുവരേണ്ടത്. പക്ഷേ അത് ഇനവിറ്റബിളായിട്ടുള്ള കാര്യമാണ്. എങ്കിലേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് നോർമലായിട്ടുള്ള ശീലങ്ങൾ ഇങ്ങനെ കൂട്ടിയും കുറച്ചും നമുക്ക് സാധാരണഗതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ഗുഡ് ഹാബിറ്റ്സ് അതിൻ്റെ പിന്നിലൊരു എഫർട്ട് ഉണ്ടായേ മതിയാവും. അതിന് ടൈം ടേബിൾ ഉണ്ടാവണം, അതിന് ഇവാലുവേഷൻ ഉണ്ടാകണം. നമ്മൾ തന്നെ അത് എത്രത്തോളം സ്ഫുടം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് നല്ല ഹാബിറ്റ്സ് ഉണ്ടാകുന്നത്. നല്ല ശീലങ്ങൾ ആണ് പിന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. ദുർശീലങ്ങളാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേലൊരു കണ്ണു വെച്ച് ഒന്ന് പടിപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3-4 ദിവസം അത് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ അതങ്ങ് സ്വഭാവമായി പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക ഏറെ പ്രയാസമാണ്. ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ അവരുടെ അവസാന പടവുകൾ എത്തുമ്പോഴത്തേക്ക് വഴുതി പോയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് കാരണം അവരുടെ ദുർശീലങ്ങളാണ്. അതുകൊണ്ട് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുകയും അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് സാധൂകരിക്കുന്ന, അതിനെ ശക്തീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നല്ല ശീലങ്ങളാണ്. ഇതെങ്ങനെയാണ് നടപ്പിൽ വരുത്തുക? തീർച്ചയായിട്ടും ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് നമ്മുടെ ടൈം ടേബിൾ തയ്യാറാക്കുക. അതിനകത്ത് നമുക്ക് ശീലമാക്കേണ്ടതിന് സ്ഥാനം കൊടുക്കുക, സമയം കൊടുക്കുക. അത് കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഏറ്റവും കുറഞ്ഞത് ഒരു 14 ദിവസമെങ്കിലും ഒരു ദിവസം മുടങ്ങാതെ അത് അനുവർത്തിക്കുക. ശീലമായിക്കോളും. ശീലം നിങ്ങളുടെ സ്വഭാവമാവും. ഉദാഹരണമായി നമുക്ക് വ്യായാമം ഒരു ശീലമാക്കണമെന്ന് വിചാരിക്കുക. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതക്രമത്തിനകത്തോട്ട് വ്യായാമത്തിന് സമയം കൊടുക്കുക. ആദ്യം കുറച്ച് സമയം, അത് 1-5 മിനിറ്റ് ആകട്ടെ. അത് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി ശീലമായി വരുന്നതിനനുസരിച്ച് വേണേൽ സമയം കൂട്ടാം. കുറേ കൂടി ഇലാബറേറ്റായിട്ട് അതിനെ കണ്ടുകൊണ്ട് എക്സർസൈസ് ക്രമീകരിക്കാം. ഇനി ഒരു നല്ല ഗോളിന് വേണ്ടി ശീലം ഉണ്ടാക്കുക കൂടെ ആണെങ്കിലോ, ഉദാഹരണത്തിന് ഈ എക്സർസൈസ് തന്നെ ഒരു രോഗം മാറാനാകാം, നമുക്ക് ഹെൽത്തിയായി ജീവിക്കാനാകാം, അതല്ലെങ്കിൽ ഒരു പ്രിക്വേഷനായിട്ടുള്ള സംഗതിയാകാം. അത് ശീലമായി കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കെൻ്റെ പൂർണ്ണ ഗുണം കിട്ടുന്നത് വരെ അത് നിർവഹിക്കേണ്ടതുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുടരാൻ സാധിക്കും. ഇനി ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അയാൾ ഇതേപോലെ തന്നെയാണ്. അയാളുടെ ജീവിതക്രമത്തിലേക്ക് പഠനം എന്നത് ഒരു ശീലമായി കൊണ്ടുവരുവാണ്. അല്പാൽപമായി, കുറേശ്ശെയായി, ഇനി കുറച്ചുകൂടെ സമയം നീട്ടി ആ ലക്ഷ്യത്തിലേക്ക് എന്താണോ അയാൾ ആയിത്തീരേണ്ടത് അതിനുവേണ്ടി ഈ ശീലത്തെ ക്രമപ്പെടുത്തുക. തീർച്ചയായിട്ടും അയാൾക്കത് സാക്ഷാത്കരിക്കാൻ സാധിക്കും. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പഠിക്കാൻ അത്ര താല്പര്യമില്ലാത്ത, മറ്റ് കളികളിലൊക്കെ വ്യാപൃതമാകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാക്കി കൊടുക്കുക. പഠനം പതുക്കെ ഒരു ശീലമാക്കി കൊണ്ടുവരിക. അപ്പോൾ പഠനവും ജീവിതാവസാനം വരെയും കൊണ്ടുപോകാൻ പറ്റുന്ന ശീലമാക്കാനും സാധിക്കും. ഓരോ ലക്ഷ്യങ്ങളും മാറി മാറി സാക്ഷാത്കരിക്കാൻ അയാൾ പ്രാപ്തനാവുകയും ചെയ്യും. നല്ല ശീലങ്ങൾ നമ്മൾ പാലിക്കുന്നതിനോട് ആനുപാതികമായി ദുർശീലങ്ങൾ കുറേശ്ശെയായിട്ട് നമുക്ക് മാറ്റിക്കളയേണ്ടതുണ്ട്. അതിന്
രണ്ട് പ്രധാന മാർഗങ്ങളുണ്ട്. ഒന്ന്, ഒറ്റയടിക്ക് നിർത്തുക. നമ്മുടെ ദുർശീലത്തെ ഒരു ദിവസം ഒരു പ്രത്യേക സമയത്ത് ഇച്ഛാശക്തിയോടെ വേണ്ടാന്ന് വെക്കുക. സ്വാഭാവികമായിട്ടും അതിന് തൊട്ടടുത്ത നിമിഷങ്ങൾ മുതൽ അതുമായി ബന്ധപ്പെട്ട ക്രേവിങ്, ആസക്തി നമുക്ക് വന്നു തുടങ്ങും. പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്രേവിങ് ഒന്ന് ഉയർന്നു വന്നിട്ട് നമ്മുടെ സിസ്റ്റം അതിനെ അതിജീവിക്കും. എന്ന് പറഞ്ഞാൽ സമയം നീണ്ടുപോകുന്നതിനനുസരിച്ച് ആ ആസക്തി കുറഞ്ഞു വരുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് സിസ്റ്റം അധികം ഉലച്ചിൽ വരാതെ കുറേശ്ശെയായിട്ട് നിർത്തി വരിക. അപ്പോൾ നമ്മൾ ഒരു 10 സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ അത് 8 ആക്കുക, 5 ആക്കുക, 3 ആക്കുക, പിന്നെ വല്ലപ്പോഴും ആക്കുക. സിഗരറ്റ് കൊണ്ട് നടക്കുന്നത് പരിപാടി അവസാനിപ്പിക്കുക. കുറേ കഴിയുമ്പോൾ ശീലം അങ്ങ് നിന്നു പോകും. അത് ഒരു മാർഗം തന്നെയാണ്. എന്തായാലും ദുർശീലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ആ ശീലങ്ങൾ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും, അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്. നല്ല ശീലങ്ങളിലൂടെ നല്ല ഉന്നതമായ ഗോളുകൾ നമുക്ക് കരഗതമാകുന്നു എന്ന അറിവ് പോലെ തന്നെയാണ് ദുർശീലങ്ങൾ നമ്മളെ അധപ്പതനത്തിലേക്ക് നയിക്കുമെന്നുള്ളത് തിരിച്ചറിവ്. ഈ ബോൺ ടു വിൻ എന്നൊക്കെ പറയാറുണ്ട്. ജയിക്കാനാണ് ജനിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ വളരാനെങ്കിലുമാണ് ജനിച്ചിരിക്കുന്നത്. വളർച്ചയ്ക്ക് വളമാകേണ്ട ശീലങ്ങൾ നമുക്കുണ്ടാകണം. തളർത്തുന്നതാവരുതല്ലോ. തീർച്ചയായിട്ടും അത് കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് ഉപോത്ബലമായിട്ടുള്ള ശീലങ്ങൾ ഏതെന്ന് ബോധ്യപ്പെട്ട് അത് കുറേശ്ശെയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഇത്തിരി പ്രയാസമാണത്. പക്ഷേ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ആ വലിയ ബെനിഫിറ്റ് ഓർക്കുമ്പോഴത്തേക്ക്, വിജയത്തെ ഓർക്കുമ്പോഴത്തേക്ക്, വിക്ടറി ഓർക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ വിചാരിക്കുമ്പോൾ ഈ ദുർശീലം എനിക്ക് നിർത്താൻ പറ്റും, ഇനി എൻ്റെ കൺട്രോളിലാണ് എന്നൊക്കെ. ഒരു പരിധി കഴിഞ്ഞാൽ അത് സ്വഭാവമായിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് നിർത്താൻ കഴിയില്ല. തന്നെയുമല്ല, ഈ ചില ശീലങ്ങളൊക്കെ തന്നെ വന്നോളും എന്ന് ചിലർ പറയാറുണ്ട്. അതും ശരിയല്ല. അങ്ങനെ വന്നു ചേരുന്നതല്ല നല്ല ശീലങ്ങൾ. അത് നമ്മൾ പ്രയാസപ്പെട്ടും ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തും പരിശീലിക്കുമ്പോഴാണ് ഉന്നതമായ ശീലങ്ങൾ നമുക്ക് പിന്തുടരാൻ സാധിക്കുന്നത്. നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ചായ കുടിച്ചില്ലയോ എന്നുള്ളത് അത്ര പ്രസക്തമല്ല. പക്ഷേ നമ്മുടെ ഓരോ ശീലവും നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശീലങ്ങൾ നമ്മുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് പര്യാപ്തമാകുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കേണ്ടതാണ്. എല്ലാറ്റിലും ഉപരിയായിട്ട് നശിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വ്രതമൊന്നും എടുക്കണ്ട, പക്ഷെ നന്നാവനത് വേണം. താങ്ക് യു.